ഹലോ ഗൈസ്, എനിക്ക് ചെറിയൊരു മാറ്റം കിട്ടി പ്രസ്സിൽ. കാരണം എൻ്റെ സാറിൻ്റെ വേറെ പ്രസ്സിൽ ഒരാൾ ലീവായിരുന്നു. അപ്പോൾ സാറിന് ചെറുതായിട്ടൊന്ന് സാറിൻ്റെ വേറെ പ്രസ്സിലേക്ക് മാറ്റി കച്ചേരിപ്പടിയിലുള്ള. പതിവ് പോലെ ഞാനൊന്നും ലേറ്റ് ആയി. കാരണം അജയ് എനിക്ക് വർക്കെല്ലാം കയറ്റി അടിക്കാൻ റെഡി ആയിരിക്കുന്നത്. അജയ്ക്ക് ഒരു ഹായും കൊടുത്ത് ഞാൻ നേരെ ഡെലിവറി യൂണിറ്റിലേക്ക് പോയി. ഡെലിവറി യൂണിറ്റിലാണെങ്കിൽ നമ്മൾ അമലേട്ടനാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു, ഒരാളെ കാത്തിട്ട്. നോക്കുമ്പോൾ ഞാൻ അമലേട്ടന് സന്തോഷമായി. വർക്ക് കൂടുതലുള്ളതുകൊണ്ട് അമലേട്ടൻ ഞാൻ വന്ന പോലും അറിഞ്ഞില്ല, വീഡിയോ എടുക്കുന്ന പോലും ശ്രദ്ധിച്ചില്ല. അമലേട്ടൻ തന്നെ ഒരു ഷീറ്റും വലിച്ച് കളറെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് CPC-ൽ. റയോബിയാണ് നമ്മുടെ ഇവിടുത്തെ മെഷീൻ. കുറേ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം മെഷീൻ്റെ സ്വിച്ചുകളിലൊക്കെ. കാരണം എനിക്ക് ഫുൾ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്ന റയോബിലെ സ്വിച്ചുകളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ ഹെയർലൈനെ കുറിച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ റയോബിലെ സ്വിച്ചുകളാണ്. കാരണം 4-5 സ്വിച്ചുകളുള്ളൂ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, മെഷീൻ റൺ ചെയ്യിക്കാനൊക്കെ ആയിട്ട്. കൊമോറിലാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ സ്വിച്ചുകളുണ്ട് റൺ ചെയ്യിപ്പിക്കാനായിട്ട്, ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ മെഷീനാണെങ്കിൽ 4 കളർ മെഷീനാണ് റയോബി. സൈസ് വെച്ച് നോക്കിയാൽ ഡബിൾ ഡമ്മിയാണ് ഈ മെഷീൻ്റെ സൈസ് വരുന്നത്. അങ്ങനെ വർക്കെല്ലാം അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്ലാങ്കറ്റ് എടുക്കാനായിട്ട് ഡോറെല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാങ്കറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അജയ് ആണെങ്കിൽ മീറ്റർ കൊടുക്കാൻ വേണ്ടിയിരുന്നത്. കാരണം മീറ്ററോൾ ഇങ്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ രാവിലെ വർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വർക്കിനെ ബാധിക്കും വല്ലാണ്ടത്. മീറ്ററോൾ എന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബാക്കി നാളെ